ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിമിൻ. ഇതിപ്പം നല്ല മഴക്കാലമാണ്. നമ്മൾ എന്നുവെച്ചാൽ കർക്കിടക മാസം നമ്മളെല്ലാവരും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഭക്ഷണ രീതിയിലൊക്കെ കുറേ ക്രമീകരണങ്ങൾ നടത്തി, അതുപോലെ കർക്കിടക കഞ്ഞി അങ്ങനെ കഴിച്ച് ആട്ടുസൂപ്പൊക്കെ കഴിച്ചിരിക്കുന്ന സമയമാണ്. ഇപ്പം അടുത്ത വർഷത്തേക്ക് ശരീരം നല്ല ഹെൽത്തി ആകാൻ വേണ്ടി ഈ രീതിയിലുള്ള ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നിൽക്കുന്ന സമയമാണ്. അപ്പം ഈ സമയത്ത് നമ്മൾ അത്യാവശ്യമായിട്ട് കഴിക്കേണ്ട ഒരു സാധനമാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കേണ്ട ഒരു കറിയാണിത്. താളെന്ന് പറയും. അപ്പം മിക്ക ആൾക്കാർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞാനത് പരിചയപ്പെടുത്താം. നമ്മുടെ പറമ്പിലും തോട്ടുപക്കത്തും അങ്ങനെയൊക്കെ കാണുന്നൊരു ചൊറിയൻ ചേമ്പില്ലേ, അതിൻ്റെ കൂമ്പ് എടുത്തിട്ട് നമ്മൾ കറി വെക്കുന്നതാണ്. അപ്പോൾ ആ താള് കറി അതൊന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളിപ്പം നമ്മുടെ പരിസരത്തൊക്കെ ഇങ്ങനെ താളുണ്ട്. അപ്പം അവിടുന്ന് അത് പറിച്ച് കറി വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഉണ്ട്, ഇതിപ്പോൾ നമ്മുടെ തോടിനോട് ചേർന്നുള്ള സ്ഥലമാണ്. അപ്പം അവിടെയാണെങ്കിൽ ഇങ്ങനെ ഇഷ്ടംപോലെ ചേമ്പൊക്കെ ഉണ്ട്, ചൊറിയൻ ചേമ്പ്. അപ്പം ഇതിൻ്റെ കൂമ്പാണ് നമ്മൾ പറിച്ചെടുത്ത് കറി വെക്കുന്നത്. അപ്പോൾ അത് കാണിച്ചു തരാം. കൂമ്പ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഇതാണ് കൂമ്പ്. ഇങ്ങനെ ചേമ്പിൻ്റെ ഇതിങ്ങനെ ഇല വിരിയാണ്ട് ഇങ്ങനെ നിൽക്കും. ഇത് നമ്മളിവിടെ ഇങ്ങനെ നുള്ളിയെടുക്കണം. അതുകൊണ്ട് ഈ സാധനം അതുപോലെ ഇത് പകുതി വിരിഞ്ഞത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം ഇത്രയും വിരിഞ്ഞ് നിൽക്കുന്നതാണ്. ഇത് നമുക്ക് ഈ കറിക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിങ്ങനെ നുള്ളിയെടുക്കാം. ഇങ്ങനെ തണ്ടുള്ളതിൻ്റെ തണ്ട് മുറിച്ച് കളയാം, കട്ടി കൂടുതലുള്ളത്. എന്നിട്ട് ഇല വലിയ ഇലയാണെങ്കിൽ നമുക്കത് ചെറുതാക്കിയിട്ട് 2 കഷ്ണമാക്കിയിട്ട് അത് കെട്ടിയിടാം. അപ്പം ആ കനം കുറഞ്ഞ് കിട്ടും. ഇങ്ങനെ കനം കുറയാൻ വേണ്ടിയാണ് ഇപ്പം ചെറുതാക്കിയിട്ട് കെട്ടിയിടുന്നത്. വളർത്തി കെട്ടാനാണ്. ഇതാണ് ചേരുവകൾ. നമ്മൾ ഇതിനകത്ത് ആദ്യം കുടംപുളിയും ഉപ്പും ഇട്ട് ഈ ചേമ്പ് കെട്ടിയത് താള് വേവിക്കാൻ വെക്കുക. എന്നിട്ട് ഈ തേങ്ങ ചിരണ്ടിയത്, ഉള്ളി, മുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ അരച്ചെടുത്തിട്ട് ഇത് അത്യാവശ്യം വേവായി കഴിയുമ്പം അതിനകത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് നന്നായിട്ട് വെന്ത് കഴിയുമ്പം 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിത് വാങ്ങിയെടുക്കാം. അപ്പോഴത്തേക്കും കറിയാവും. നല്ല ടേസ്റ്റുള്ള കറിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് താള് കറി എന്ന് പറയുന്നത്. കർക്കിടക മാസത്തിൽ എല്ലാവരും കഴിക്കേണ്ടതാണ്. പണ്ട് മുതലേ നമ്മുടെ ആൾക്കാർ കഴിക്കുന്ന ഒരു കറിയും കൂടെയാണിത്. നമ്മുടെ ചുറ്റുവട്ടത്തും തോടിന് സൈഡിലും അങ്ങനെ ഒരുപാട് ചൊറിയൻ ചേമ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കൂമ്പ് പറിച്ച് എല്ലാവരും കറി വെച്ച് ടേസ്റ്റ് നോക്കുക. അതുപോലെ നല്ലൊരു ഗുണമുള്ള ഒന്നാണ്. തീർച്ചയായിട്ടും പരീക്ഷിക്കുക.